ലോർഡ്. അതിൻ്റെ 24-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിൽ നമുക്ക് അല്പസമയം ധ്യാനത്തിനായി എടുക്കാം. ദാനിയേൽ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഒരാളിന് ശബ്ദമുയർത്തി ദിവസങ്ങളിൽ വായിക്കും. സ്തോത്രം. പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു അവരുടെ അസ്ഥികളൊക്കെയും തകർത്തു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ളവർ ദൈവത്തിന് നന്ദി കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ട തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇന്ന് രാത്രി നമുക്ക് ഇറങ്ങുവേണ്ടതായി ഉണ്ട്. ഒത്തിരി വചനങ്ങൾ നമുക്ക് ഇന്ന് രാത്രി പരിശോധിക്കേണ്ടതായി ഉണ്ട്. ആമേൻ. സ്തോത്രം. നമുക്ക് ഈ പശ്ചാത്തലം എല്ലാം നല്ലവണ്ണം അറിയാമെന്നുള്ളവരാണ്. പല പ്രാവശ്യം 1000 പ്രാവശ്യം വരെ നമ്മൾ കേട്ട ചില വചനങ്ങൾ ദൂതുകളാണ് ഇന്ന് രാത്രി പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നത്. 24-ാമത്തെ വാക്യം വളരെ ഈ പുസ്തകത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ്. 24-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്? ആമേൻ. സ്തോത്രം. പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ എന്ത് ചെയ്തു? ദാനിയേലിനെ കുറ്റം ചുമത്തി. ആമേൻ. സ്തോത്രം. പ്രൈസ്. ചുമത്തിയവരെ കൊണ്ടുവന്ന് അവരെന്ത് ചെയ്തു? അവരെയും മക്കളെയും എന്ത് ചെയ്തു? ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. നോക്കിക്കേ, രാജാവിൻ്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ രാജാവിൻ്റെ തലച്ചോറിനകത്ത് ചിലതൊക്കെ പ്രവർത്തിക്കേണ്ട സമയമായിട്ടുണ്ട്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? കുറ്റം ചുമത്തി, ദാനിയേലിനെ കുറ്റം ചുമത്തി എന്ന് അവൻ പാപം ചെയ്തിട്ടോ രാജകൽപ്പന ആമേൻ നിൽക്കെ ആമേൻ വേറെ ഒരു കാര്യവും പറയാതെ അല്ല ആമേൻ രാജാവ് അവിടെ കണ്ടത്. സ്തോത്രം. യഥാർത്ഥമായിട്ട് ദാനിയേൽ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചവനെ ആമേൻ. സ്തോത്രം. നിരീക്ഷിച്ച് നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തന്മാരെ, പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഫയറ്റ് നടക്കുന്നത് പ്രാർത്ഥനയിലാണ്. സ്തോത്രം. ആര് എവിടെ എപ്പോ ഏത് സമയത്ത് മുട്ടുമടക്കുമോ അപ്പോഴാണ് പ്രശ്നം ഉളവാകുന്നത്. സ്തോത്രം. നമുക്കറിയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു താക്കോല. ഏതാ? സ്വർഗം തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അത് പ്രാർത്ഥനയാകും, കുറച്ച് കഴിയുമ്പോൾ ആരാധനയാകും, കുറച്ച് കഴിയുമ്പോൾ ആമേ ശത്രുവിൻ്റെ മുൻപിൽ അതൊരു വലിയ ഒരു ആയുധമായി നിൽക്കും. ആമേ. സ്തോത്രം. അല്ലെങ്കിൽ ഒരു പരിചയമായി നിൽക്കും. ഇതെല്ലാം പ്രാർത്ഥനയുടെ ശക്തിയാണ്. സ്തോത്രം. നോക്കിക്കേ, ഈ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ദാനിയേലിനെ ഗുഹയിലിട്ടവരെ അല്ലെങ്കിൽ സിംഹത്തിൻ്റെ കൂട്ടിലിട്ടവരുടെ ഭാര്യമാരെയും മക്കളെയും സിംഹത്തിൻ്റെ കൂട്ടിലിടാൻ കൽപ്പന കൊണ്ടുവന്നതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അതറിയണമെങ്കിൽ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 4-ാമത്തെ അധ്യായത്തിലേക്കും 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് വളരെ വിശാലമായി കിടക്കുന്ന കുറേ ആലോചനകൾ അതിനകത്തുണ്ട്. നമുക്ക് നോക്കാം. ആമേൻ. സ്തോത്രം. ആമേൻ. 3-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൻ്റെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ വായിച്ചോളൂ. കേട്ടില്ല. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചത് 3-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത് 4-ാമത്തവൻ എന്ന് പറയുമ്പോൾ ആരെന്നറിയാമോ? സ്തോത്രം. 4-ാമത്തവൻ. എത്ര പേരുണ്ടായിരുന്നു? അവർ 4 പേരല്ലേ? 4-ാമത്തവനാണോ തീക്കകത്ത് നടക്കുന്നത്? ആരെന്നറിയാമോ? അതാരാ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 പേരെ ഇട്ട തീച്ചുളയ്ക്കകത്ത്. ഇപ്പൊ 4-ാമൻ ഒരുവൻ അതിനകത്തിറങ്ങി നടക്കുകയാ. അവന്റെ മുഖം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആമേൻ. ഒരു ദൈവപുരുഷന് ഒത്ത ഒരു മുഖമുള്ള ഒരു മനുഷ്യൻ അതിനകത്ത് ഇറങ്ങി നടക്കുകയാ. സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ,
ആമേൻ സ്തോത്രം. എവിടെയെങ്കിലും ചില ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ആരാധനയുടെ ബന്ധത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക, അതിനകത്ത് ദൈവം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവർ ഒളിച്ചോടിയ പിള്ളേരൊന്നും അല്ല കേട്ടോ, ഇവർ ഒളിച്ചോടിയ പിള്ളേരൊന്നും അല്ല. ഇവർ ആരെന്നറിയാമോ? ഇവർ പ്രാർത്ഥനാ വീരന്മാരായി. ഇവർ നാലുപേരും 4 സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുക അവരെ, സ്തോത്രം. പക്ഷെ ഇതിനകത്തുനിന്ന് ഒരുത്തനെ മാത്രം മാറ്റി. അവന്റെ പേരാണ് ദാനിയേൽ. അവനെ മാത്രമാണ് തിരിച്ചത്. ശ്രദ്ധിക്കണം, പ്രാർത്ഥന എത്രത്തോളം, ആത്മീയൻ എത്രത്തോളം ദൈവസന്നിധിയിൽ ആരാധിക്കുന്നവനാണോ, നിന്റെ അഭിഷേകം കണ്ട് നിന്റെ തരം തിരിച്ചു മാറ്റി നിർത്തും. അത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന സംഭവം. അത് പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം നമ്മളുടെ ദൈവകൃപ വ്യാപരിക്കുമോ അത്രത്തോളം നമ്മെ അകറ്റി നിർത്തും. ശ്രദ്ധിക്കണം, അതിന് വിടുതലിന് സമയമായി. ശത്രു എപ്പോഴും പ്രബലനാകത്തില്ല ദൈവ പൈതലേ, ഹല്ലേലൂയ. ശത്രു എപ്പോഴും ശക്തനാകത്തില്ല. നാമേ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ സ്വർഗം ബാധ്യസ്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ 2025 ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്? പ്രാർത്ഥിക്കുന്നവനെ അവ എത്ര സമയം മുട്ടൂതി പ്രാർത്ഥിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അവൻ മുഴങ്കാലിൽ നിന്നിട്ട് അവൻ ഇരിക്കുന്ന മാളിക മുറിയുടെ കിളിവാതിൽ ജെറുസലേമിന് നേരെ തുറന്നിടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജെറുസലേമിന് നേരെ ആമേൻ അവൻ തുറന്നിട്ടിട്ട് അവൻ മുഴങ്കാലിൽ നിന്ന് കരയും. ഇവനെ പിന്തുടരുന്ന ഷണ്ണന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഇവനെ പിന്തുടരുന്ന ഷണ്ണന്മാർ കണ്ടിട്ട് രാജസന്നിധി പോയി പറയുക, ദാനിയേല് അവൻ പ്രാർത്ഥനക്കാരനാ. സ്തോത്രം, ഹല്ലേലൂയ. ചിലതൊക്കെ മനസ്സിലാക്കാൻ ചില വർഷങ്ങൾ എടുക്കേണ്ടി വരും. ചിലതൊക്കെ ആമേൻ പ്രൈസ് ദി ലോർഡ്, ചിലതൊക്കെ പൊട്ടി വരാൻ ചില മാസങ്ങൾ എടുക്കേണ്ടി വരും. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, നമ്മളവിടെ വായിച്ച വാക്യം ഇതാണ്. കുറുവാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പിന്നെ രാജാവ്. ആ പിന്നെ എന്ന് പറയുമ്പോൾ കുറച്ച് മേലോട്ട് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 19ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 19ാമത്തെ വാക്യം. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ചുകൂടെ വിശാലമായി കാണാൻ കഴിയും. 19ാം വാക്യം. കോപമൊഴുത്ത് ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി. ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു. പതിവായി ചൂട് പിടിപ്പിക്കുന്നത് ചിലപ്പോ 10% 20% ആയിരിക്കാം. പക്ഷെ ഇത് 7 മടങ്ങ്. 7 മടങ്ങെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഏകദേശം 1 കിലോമീറ്റർ മാറി നിന്നാൽ പോലും ചാരമായി പോവും. അത്രത്തോളം ശക്തമായിട്ട് ഈ ചൂളയിൽ തീ പിടിപ്പിച്ചു. സ്തോത്രം. അപ്പൊ ഇതിനകത്ത് തീ പിടിപ്പിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് എന്തറിയാമോ? ഇതിനകത്ത് ഈ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവനെ പിടിച്ച് കെട്ടിക്കൊണ്ട് വന്നവർ, പ്രൈസ് ദി ലോർഡ്, ശ്രദ്ധിക്കണം, ഈ 3 പേരെ പിടിച്ച് കെട്ടിക്കൊണ്ട് വന്നവർ തന്നെ എന്ത് ചെയ്തു? അവർ ചാരമായി പോയി. സ്തോത്രം. അവർ ചെയ്ത തെറ്റെന്താ? രാജസന്നിധിക്ക് വിരോധമായി അവർ ഒന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്തത് പ്രാർത്ഥനയാണ്. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കൊണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആമേൻ സ്തോത്രം, പ്രൈസ്, ഒരു ദൈവഭക്തൻ ഇങ്ങനെ ആമേൻ സ്തോത്രം പറയുന്നത് ഞാൻ ചാനലിൽ കേൾക്കുന്ന ഇടയായി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ചിലർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ആമേൻ സ്തോത്രം അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ അവർ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എണീറ്റ് നടന്ന് ആമേൻ ആ പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്യുന്നതായി പുള്ളി കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഇരിക്കുന്ന സ്ഥലം മറക്കുന്നു. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ച് മുഴുപ്പിക്കാൻ കഴിയാതെ, അത് ഫിനിഷ് ചെയ്യാൻ കഴിയാതെ അവർ കരയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവ പൈതലേ, ഇന്ന് രാത്രി നിന്റെ എൻ്റെ ജീവിതത്തിൽ അത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി കണ്ടുപിടിച്ച് ആ പ്രാർത്ഥന തിരിച്ചു മടക്കിക്കൊണ്ടുവരണം. ഹല്ലേലൂയ. അവിടെയാണ് തീച്ചൂള കത്തുന്നത് ഇന്ന് രാത്രി. അത് കണ്ട് നീ പേടിക്കരുത്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഉപദേഷ്ടക്കാരന്മാർ ആമേൻ ആയിരിക്കുന്നവർ നാളെ ദുരുപദേഷ്ടക്കാരന്മാരായി മാറും. പ്രൈസ് ദി ലോർഡ്. എന്തെന്നറിയാമോ? അവർ പ്രാർത്ഥിക്കുന്ന ആമേൻ ആരാധിക്കുന്ന സത്യങ്ങൾ കണ്ടുപിടിക്കുന്ന വ്യക്തികളായി മുൻപിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്കറിയാം, ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ അതിനകത്ത് യേശു കർത്താവ് സ്നാനമേറ്റ ഉടനാണ് പരിശുദ്ധാത്മാവ് കർത്താവിന്റെ മേൽ ഇറങ്ങി വന്നത്.
ആമേൻ. പിന്നെ എവിടേക്കാ നയിച്ചത്? ആരാ കർത്താവിനെ നയിച്ചതെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നയിച്ചപ്പോൾ സാത്താൻ പുറകെ പോയി അനേക ഉപായങ്ങൾ കർത്താവിനോട് പറയുവാനിടയായി. എന്തെന്നറിയാമോ? ആ ഫാസ്റ്റിംഗ് മുടക്കാൻ വേണ്ടി, ആ പ്രാർത്ഥന തകർക്കാൻ വേണ്ടി പല പദ്ധതികളും സാത്താൻ യേശു കർത്താവിന്റെ പിന്നാലെ കടന്നു ചെല്ലുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. എന്റെയും നിന്റെയും പ്രാർത്ഥനകളെ തകർക്കാനായി എവിടെയെങ്കിലും ശത്രു പതിയിരിക്കുന്നെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് ഈ രാത്രി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ മുൻപിൽ ചില തീച്ചൂളകൾ അതൊരു ആനന്ദമായി തീരുന്ന നിമിഷങ്ങൾ ആസന്നമായിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറഞ്ഞാൽ എത്ര പേർക്ക് അത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാൻ കഴിയും? അങ്ങനെ ഉള്ളവരെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില ദൂതുകൾ അവരിലേക്ക് മാറുകയാണ്. നിന്റെ പ്രാർത്ഥന ഒരു നാളം പോലെ കത്തിപ്പടരാൻ, ആമേ സ്തോത്രം, ലെവലേശം അതിന് വിട്ടുകൊടുക്കാതെ, ശത്രുവിന്റെ പക്ഷത്ത് വിട്ടുകൊടുക്കാതെ പ്രാർത്ഥനയിൽ നീ മുഴുകിയിരിക്കുമെങ്കിൽ ആമേ നിന്നെ ഗുഹയ്ക്കകത്തിട്ടവരെ പിടിച്ച് പോലും പുറത്ത് കാണാൻ കഴിയാത്ത തലത്തിൽ തമ്പുരാൻ അതിനെ തിന്നുന്നതിന് അതിനകത്ത് നാളുകളായി ആഹാരം പോലും കൊടുക്കാതെ അതിനകത്ത് മാസങ്ങളായി ആ ഗുഹയ്ക്കകത്തിട്ടിരിക്കുന്ന ദാനിയേലിനിട്ട അതേ ഗുഹയ്ക്കകത്ത് ഇവരെ പിടിച്ചിട്ടു. ശ്രദ്ധിക്കണമേ, ആ തല മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനിട്ട ഗുഹയ്ക്കകത്താ, അല്ലാതെ ദാനിയേലിനെ കയറ്റിയിട്ട് വേറെ ഗുഹയ്ക്കകത്തല്ല ഇവരിട്ടത്. ദാനിയേലിനെ ഏത് ഗുഹയ്ക്കകത്താണോ ഇട്ടത് അതേ ഗുഹയിലാണ് ഇവരെ പിടിച്ചിട്ടത്. ശ്രദ്ധിക്കണം, ഇന്ന് രാത്രി ദാനിയേൽ ആരായിരുന്നു? അവൻ ദൈവപുരുഷനായിരുന്നു. ശ്രദ്ധിക്കണം, അവൻ ദൈവഭക്തനായിരുന്നു. ഹല്ലേലൂയ. അവൻ അഭിഷക്തനായിരുന്നു. ഹല്ലേലൂയ. കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങി പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ പ്രിയ പുരുഷനായിരുന്നു. ഹല്ലേലൂയ. അതല്ലേ കർത്താവ് വിളിച്ചത്? പ്രിയ പുരുഷനായ ദാനിയേലേ. ഹല്ലേലൂയ. പ്രിയ പുരുഷനെ. ഹല്ലേലൂയ. രാജാവ് എന്താ വിളിച്ചേ? പ്രിയ പുരുഷനെ, ദൈവത്തിന്റെ ദാസനെ. ഹല്ലേലൂയ. അല്ലേ? ഇന്ന് രാത്രി ആ വിളി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവന് അവകാശമായതാണ്. ആമേ, പ്രിയ പുരുഷനെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവൈതലേ, ആമേ സ്തോത്രം, പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ പ്രതികൂലമാണെങ്കിൽ ഭാരപ്പെടണ്ട. ഒരു നാൾ നിനക്ക് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. ആരും പ്രതീക്ഷിക്കാത്ത തലത്തിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നോക്കിക്കേ, ഈ 24-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില പദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ വായിക്കുന്നത് ആമേൻ, അവരുടെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിലേക്ക് എത്തും മുൻപേ, കണ്ടോ, അകത്തേക്ക് എത്തും മുമ്പേ തന്നെ എന്ത് ചെയ്തു? സിംഹങ്ങൾ അവരെ പിടിച്ചു. ഹല്ലേലൂയ. അവരുടെ അസ്ഥികളൊക്കെ എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു. ഒരിക്കലും അതിനകത്തുനിന്ന് പുറത്ത് കയറരുത് എന്ന് പറഞ്ഞ് ശത്രു അകത്ത് പതിയിരിക്കുന്ന ദാനിയേലിനെ തകർക്കായിരുന്ന അതേ ഗുഹയ്ക്കകത്ത് ഇവരെ തള്ളിയിട്ടു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, നിന്നെ ഗുഹയ്ക്കകത്ത് തള്ളിയിട്ട് നിന്റെ ആത്മീയ മണ്ഡലത്തെ തകർത്ത് കളയും. ഇപ്പോ നിന്നെ തകർത്ത് തീർന്നു എന്ന് വിധി എഴുതുമ്പോൾ ദൈവാത്മ പറയുന്നു, ഇല്ല, നീ അത്ഭുതകരമായ ഒരു പോറല് പോലും ഇല്ലാതെ തമ്പുരാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. പ്രസ്തുത അതേ ഗുഹയിൽ നിന്നെ കൽപ്പിച്ച് അതിനകത്താക്കിയവരെ ആ ഗുഹയിലേക്ക് തമ്പുരാൻ ഇടേണ്ട സമയം വാതുക്കലായി നിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. വാതുക്കൽ എന്ന് പറഞ്ഞാൽ ആർക്കും വിടുവിക്കാൻ കഴിയാത്ത ഒരു ദിവസം ഇത് അവരുടെ മുമ്പിൽ വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇവിടെ നമ്മൾ വായിച്ച് മുൻപിലോട്ട് വരുമ്പോൾ തന്നെ ആമേൻ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 21-ാമത്തെയും 2-ാമത്തെയും വാക്യം ഒന്ന് വായിച്ച്, 21-ഉം 22-ഉം വാക്യം. പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോട് കൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇവരെ കുപ്പായം എല്ലാം ഊരി മാറ്റി. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ കുപ്പായൊക്കെ ഊരി മാറ്റിയ കാര്യം? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം, നിന്റെ അപ്പൻ നിനക്ക് തന്ന കുപ്പായത്തെ
നിന്റെ അപ്പൻ നിനക്ക് തന്ന, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവിൻ്റെ അങ്കിയെ അഴിച്ചു മാറ്റാൻ ശത്രു പല പ്രാവശ്യം പരിശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആമേൻ, സ്തോത്രം, ആമേൻ. നമുക്കറിയാം, ആമേ ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുമ്പോൾ അറിയാം, അവിടെ ആമേ യോസേപ്പിനെ പിടിച്ച് ആദ്യം അവൻ്റെ തലയിരിക്കുന്ന ഭക്ഷണമെല്ലാം ഇറക്കി വെച്ച ശേഷം അവൻ്റെ അപ്പൻ അവന് തച്ചു കൊടുത്ത നിലങ്കി എന്ത് ചെയ്തു? വലിച്ചു പറിച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ്റെ അപ്പൻ അവന് കൊടുത്തതാ, പ്രൈസ് ദി ലോർഡ്. അതിനെ വലിച്ചു പറിച്ചു. തീർന്നില്ല. യേശു കർത്താവിനെ ആമേ ക്രൂശിൻ്റെ മേൽ കയറ്റുന്ന അല്പം മുൻപ് അവൻ്റെ വസ്ത്രത്തെ അഴിച്ച് ആമേ പങ്കിട്ടെടുത്തു. ശ്രദ്ധിക്കണമേ, ഇന്ന് രാത്രി തീർന്നില്ല. ദാവീദിനെ അവൻ്റെ വസ്ത്രത്തെ ഊരിക്കളഞ്ഞിട്ട് പടച്ചട്ട ഇട്ട് കൊടുത്തു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, ഇത് ആമേ നിന്നെ പുതപ്പിച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെ പുതപ്പിനെ, ചില ദൗത്യത്തിൻ്റെ പുതപ്പിനെ ശത്രു ഊരിക്കളഞ്ഞിട്ട് അവൻ്റെ അധികാരത്തിൻ്റെ പുതപ്പിനെ അവൻ ആമേ നിന്നിൽ പരമേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാത്രി കണ്ടുപിടിച്ചുണർന്ന് പ്രാർത്ഥിക്കാൻ ആമേ ദുരുപദേശങ്ങളെ ആമേ കട്ടായം ആമേ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ ദിവസങ്ങൾ മുൻപിലോട്ട് കാൽച്ചൂട് വയ്ക്കുമെങ്കിൽ ആമേ, സ്തോത്രം, നമ്മുടെ കർത്താവ് ഈ രാത്രി ചില കുടുംബങ്ങളെ വിടുവിക്കാൻ, ചില ശുശ്രൂഷകളെ ആമേ പരമേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ ഇന്ന് രാത്രി ആമേൻ ആ ദൂതേറ്റെടുക്കാൻ ഈ രാത്രി തയ്യാറാകും? പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞേ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ 6-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾ ആമേൻ അരിച്ചു പറക്കി പഠിക്കുമ്പോൾ ഇതിനകത്ത് ദൈവത്തിൻ്റെ വലിയ ആമേ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ പുസ്തകത്തിനകത്ത് വെളിപ്പെടുകയാണ്. നോക്കിക്കേ, ആമേ, സ്തോത്രം, ഈ 6-ാമത്തെ അധ്യായത്തിൻ്റെ ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേ 21-ാമത്തെ വാക്യവും 22-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചേ. 6-ന്റെ 21-ഉം 22-ഉം. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവെ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അപ്പോൾ രാജാവ് സന്തോഷിച്ചു. അവിടെ ഇങ്ങനെയാണ് വായിച്ചത്. ആമേൻ. ദാനിയേൽ രാജാവിനോട്, രാജാവേ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. ആരെങ്കിലും പറയോ? നിങ്ങളോ ഞാനോ പറയോ? പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും പറയാൻ ചാൻസ് ഇല്ല. ഹല്ലേലൂയ. പറയാൻ പറ്റും. ആർക്കെന്നറിയാമോ? ദൈവസന്നിധിയിൽ ഉന്മയോടെ നിൽക്കുന്നവന് പറയാൻ പറ്റും, നീ ചെയ്യുന്നത് ആമേൻ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു മനോഭാവം നമുക്ക് വരണമെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെയുള്ളവരെ നോക്കി സ്വർഗം പറയുന്നു, നിന്നെ ഇട്ട കുഴിക്കകത്ത് കാലതാമസമില്ലാതെ ഞാൻ അവരെ ഇറക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവരെ കയറ്റാൻ ഒരു അസ്ഥി പോലും ബാക്കി വയ്ക്കാതെ ദാനിയേലിട്ട സിംഹക്കൂട്ടിനകത്ത് ചിലതിന്ന് രാത്രി അകപ്പെടാൻ പോകുക. ദൈവപൈതലേ, നിന്നെ അടിച്ചേൽപ്പിച്ച സിംഹക്കൂട് ആമേ അതാരാകട്ടെ, നിന്റെ പുറകെ ഫോളോ ചെയ്ത് നിന്റെ ആമെ കണ്ടുപിടിക്കുന്ന, ആമേ, സ്തോത്രം, നിന്നെ കുറ്റം ചുമത്തുന്ന ചില ആമേ, സ്തോത്രം, ഹല്ലേലൂയ, വാകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി കണ്ടുപിടിച്ച് അതിനെ സിംഹത്തിൻ്റെ കൂട്ടിലിടാൻ ആമേ തമ്പുരാൻ കൽപ്പന രാജാവിൻ്റെ ഹൃദയത്തിൽ ഉണർത്തിച്ചെങ്കിൽ അത് വെറുതെ ഊരിത്തിരിഞ്ഞു വന്ന ചില ചിന്തകളല്ല. ഹല്ലേലൂയ. ഊരിത്തിരിഞ്ഞു വന്ന ചില ചിന്താ മേഖലകളല്ല. പ്രാർത്ഥിക്കുന്നവനെ താങ്ങാൻ എക്കാലത്തും ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന ഏത് ശക്തിയാണെങ്കിലും അതിനെ ചെറുത്തു പിടിക്കാൻ ആമേ, സ്തോത്രം, നീ ഞാനും തയ്യാറാകുമെങ്കിൽ അതിനകത്ത് നിന്നെ ആമേ താങ്ങാൻ ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റും? അങ്ങനെ ഉള്ളവരെ നോക്കി സ്വർഗം പറയുന്നു, നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒരു വ്യക്തിയും മധ്യസ്ഥണക്കാൻ ഇല്ലെങ്കിലും നിന്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു. ആമേൻ. കണ്ടോ രാജാവേ, എനിക്കൊരു കുഴപ്പമില്ല, നീ ഫ്രീ ആയിരിക്കെ, നീ ദീർഘായുസ്സോടെ ഇരിക്കണം. നീ ദീർഘായുസ്സോടെ ഇരിക്കുമെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് നിന്നോട് ചില ദൂതുകൾ പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെയാണ് 23-ാമത്തെ വാക്യത്തിലാണ് അവിടെ പറയുന്നത്, അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ഹല്ലേലൂയ. സത്യാവസ്ഥയല്ല അറിഞ്ഞ് ഗുഹയുടെ വാതുക്കൽ വന്ന് നിൽക്കുകയാ. ആമേൻ, സ്തോത്രം. ഒരു പശ്ചാത്താപത്തോടെ വന്ന് നിൽക്കുക. ഇന്ന് രാത്രി ഈ 2025
നിന്റെ കുടുംബത്തിൻ്റെ മുറ്റത്ത് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നീ വീട്ടിൻ്റെ മുറ്റത്ത് പോലെ കയറരുതെന്ന് പറയുന്നവർ, ഹല്ലേലൂയ, നിന്റെ നാശം കാണാൻ കൊതിച്ചിരിക്കുന്നവർ, ഹല്ലേലൂയ, അവർ അനുതാപത്തോടെ നിന്റെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവരെ നീ അകത്തേക്ക് കയറ്റുമെങ്കിൽ അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ഇവിടെ ദാനിയേലിനൊന്നും പറയാനില്ല. കാരണം അവൻ സിംഹത്തിൻ്റെ കൂട്ടിലായിരുന്നിട്ടും അതുവരെ കിട്ടാത്ത ഉറക്കം ദാനിയേലിന് സിംഹത്തിൻ്റെ കൂട്ടിൽ കിട്ടി. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ആ വാക്യം ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ഒരു സിംഹത്തിൻ്റെ കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മ്ലേച്ഛമായി കിടപ്പുണ്ട് അല്ലേ? തൂത്തും വാരാതെ സ്തോത്രം, അതിൻ്റെ സ്തോത്രം, മോഷനൊക്കെ അതിനകത്ത്, യൂറിനെല്ലാം അല്ലേ, വളരെ മ്ലേച്ഛമായി കിടക്കുന്ന അനുഭവമായിരിക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെ ആ ഭാവനയെ കാണുന്നു. തൻ്റെ ഭക്തനായ ദാനിയേൽ അതിനകത്ത് എത്തും മുൻപേ സിംഹത്തോട് ദൈവം കൽപ്പിച്ചു, എൻ്റെ ദാസൻ ഇതിനകത്ത് ഉറങ്ങാൻ വരികയാ, വിശ്രമിക്കാൻ. ആമേൻ. ഇനി ബാക്കി 2 മിനിറ്റേ ഉള്ളൂ. ഇതെല്ലാം വൃത്തിയാക്കി, നിന്റെ വയറും വൃത്തിയാക്കി, നിന്റെ ശരീരവും വൃത്തിയാക്കി, ഈ കൂടും വൃത്തിയാക്കി, നല്ല സ്പ്രേയും അടിച്ച് ഇതിനകത്ത് സുഗന്ധ തിരികളും കത്തിച്ചു വെച്ചോ, എൻ്റെ ദാസൻ ഇറങ്ങി വരാൻ പോകുകയാ. സ്തോത്രം. അങ്ങനെ പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ഹല്ലേലൂയ. നിങ്ങൾക്കോ എനിക്കോ ഉറക്കം വരുമോ? ഇങ്ങനൊരു സിംഹത്തിന് കൂട്ടി കിടന്നു കഴിഞ്ഞാൽ ഉറക്കത്തില്ല. കാരണം അഭിഷേകമുള്ളവൻ അറിയാം, എൻ്റെ കൂടെ നിൽക്കുന്നത് ഈ ലോകത്തെയും സിംഹത്തെയും സൃഷ്ടിച്ചവനായ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനായ ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് പറയാൻ ചങ്കുറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ദൂത് സ്വീകരിക്കാൻ കഴിയും? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. നിങ്ങൾ എത്ര പേർ എനിക്കെതിരെ നിന്നാലും എനിക്ക് ഭാരമില്ല. ഹല്ലേലൂയ. ഈ നാമം നിമിത്തം നിന്റെ അപ്പൻ നിന്നെ തള്ളിക്കളഞ്ഞാലും, ഈ നാമം നിമിത്തം നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചാലും, ഈ നാമം നിമിത്തം നിന്റെ സഹോദരങ്ങൾ നിന്നെ ഉപേക്ഷിച്ചാലും, ഈ നാമം നിമിത്തം എല്ലാവരും നിന്നെ ദുഷിച്ചാലും, പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നിന്നെ ചേർത്ത് പിടിക്കാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാവമൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷിക്കാറുണ്ട്. എല്ലാവരും ഈ നാളുകളിൽ തള്ളിക്കളയുന്നവരാ, പക്ഷെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവം പറയുന്നു, നിനക്കൊരുക്കിയ സിംഹത്തിൻ്റെ കൂട്ടിൽ ഒരുക്കിയവരെ അതിനകത്ത് ഇടേണ്ട നിമിഷമായിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ അപവാദം പറഞ്ഞവർ, നിന്നെ പരിഹസിച്ചവർ, ഇപ്പോൾ അവൻ്റെ അസ്ഥി പോലും കിട്ടാതെ, ഇപ്പോൾ അവളുടെ അസ്ഥി പോലും പുറത്തെടുക്കാൻ കിട്ടാതെ, അവൾ തലമുറയെ പോലും ഇനി കാണാൻ കഴിയാതെ, ഹല്ലേലൂയ, അവന്റെ അഹങ്കാരം ഇതോടെ തീർന്നു, അവന്റെ പദ്ധതി ഇതോടെ തീർന്നു, അവന്റെ പരിപാടി ഇതോടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് നിന്നെ പഠിക്കുന്നവരുടെ മുൻപിൽ തമ്പുരാൻ പറയുന്നു, നിന്നെ രാജവസ്ത്രം ധരിപ്പിച്ച് 2025 സ്തോത്രം, തമ്പുരാൻ നിന്നെ പട്ടണത്തിൽ ചുറ്റിക്കുന്ന സമയം വിദൂരമല്ലെന്ന് പറഞ്ഞാൽ എത്ര പേർ ഇന്ന് രാത്രി ആമേൻ പറയാൻ പറ്റും? അങ്ങനെ ഉള്ളവരെ നോക്കി സ്വർഗം പറയുന്നു, നീ എന്തിനാ ഭയക്കുന്നത്? ഹല്ലേലൂയ. ഭയക്കണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്താണ് നീ പേടിക്കുന്നേ? ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ നടുവിൽ നീ ഇരിക്കുന്ന ഇരിപ്പിടത്ത് ഇരുന്നു കൊണ്ട് പറ, രാജാവേ, നീ എത്ര മേശ എൻ്റെ മുമ്പിൽ ഒരുക്കി വെച്ചാലും ഇതൊന്നും എനിക്ക് പ്രശ്നമുള്ളതല്ല. എനിക്കിതിനപ്പുറത്തൊന്നുണ്ട്. എൻ്റെ രാജാവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് നീ എനിക്കൊരുക്കുന്ന സിംഹത്തിൻ്റെ കൂടാണെങ്കിലും, നീ എനിക്കൊരുക്കുന്നത് അഗ്നി ജ്വാലയാണെങ്കിലും ഞാൻ സന്തോഷത്തോടെ ഇറങ്ങാൻ പോകുകയാ. ആമേൻ. സ്തോത്രം. തീർന്നില്ല. നമ്മുടെ യോഹന്നാനെ, പ്രൈസ് ദി ലോർഡ്, തിളയ്ക്കുന്ന എണ്ണച്ചട്ടി അവന് വേണ്ടി ഉണ്ടാക്കി. ഒരു എണ്ണച്ചട്ടി 6.25 അടി ഉയരമുള്ള യോഹന്നാനു വേണ്ടി, പ്രൈസ് ദി ലോർഡ്, എന്ത് ചെയ്യുന്നറിയാമോ? അവർ എണ്ണച്ചട്ടി ഉണ്ടാക്കി. അവൻ്റെ അളവെടുത്തിട്ട് ഒരു ചട്ടി ഉണ്ടാക്കി, ഒരു വാർപ്പുണ്ടാക്കി, അതിനകത്ത് എണ്ണ നിറച്ചിട്ട് അതിനകത്തിട്ട് അവനെ പൊരിച്ചും വറുത്തും കരിച്ചും കൊല്ലാൻ നോക്കി. പക്ഷേ
അവൻ്റെ ശരീരം എണ്ണയിൽ എവിടെയെല്ലാം പതിഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം പ്രൈസ് ദി ലോർഡ് ചുറ്റും തീമതിൽ പോലെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ശകലം പോലും പൊള്ളലേൽക്കാതെ ഒരു രോമത്തിന് പോലും കേടില്ലാതെ തമ്പുരാൻ അവനെ പുറത്തെടുത്തെങ്കിൽ രാജാവ് നോക്കുമ്പോൾ വാർപ്പിനകത്ത് ഒരുത്തനെ ഇട്ടിട്ടുള്ളൂ, പക്ഷെ രണ്ടുപേര് വാർപ്പിനകത്ത് ഇരുന്ന് ആരാധിക്കുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? 2025 നിന്റെ വിഷയം അറിഞ്ഞ് പ്രവർത്തിക്കാൻ എൻ്റെ കർത്താവ് ഇന്ന് രാത്രിയിലും നിന്നെ ഏൽപ്പിച്ചു നീ ചെയ്യാൻ വിശ്വസ്തനാണെങ്കിൽ നിന്റെ മുൻപിലേക്ക് ഇറങ്ങി വരാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധിക്കുന്നത് ഞായറാഴ്ച മാത്രം ആമേൻ നമ്മുടെ അടുത്ത് വരുന്ന ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. കേവലം ഞായറാഴ്ച മാത്രം വന്നിരിക്കുന്ന ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. 24 hours നമ്മുടെ കൂടെയുള്ള, ഏത് സമയത്തും നമ്മുടെ കൂടെ ഇരിക്കുന്ന, ഏത് രോഗത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന, ഏത് പ്രശ്നത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന, ഏത് സാഹചര്യത്തിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ കണ്ണീര് തുടയ്ക്കുന്ന ആമേ യോദ്ധാവായ യുദ്ധവീരനായ ഒരു ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് പറയാൻ എത്ര പേർക്ക് പകൽക്കാലം പറ്റും? അങ്ങനെ ഉള്ളവരെ നോക്കി സ്വർഗം പറയുന്നു, നിന്റെ പ്രാർത്ഥന നിസ്സാരമല്ല. ഈ പ്രാർത്ഥന ചില ഇരിപ്പിടങ്ങളെ പൊളിക്കുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എവിടെയെല്ലാം ഭക്തന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോപ്പയിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവളുടെ പേരെന്നറിയാമോ? തബീത. അവളുടെ പേര് തബീത എന്നാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവളുടെ പേര് തബീത എന്നാണ്. പക്ഷേ പ്രൈസ് ദി ലോർഡ്, അവൾ ഇരിക്കുന്ന ഇരിപ്പിൽ അവൾ മരിച്ചുപോയില്ല. അവൾ ഒത്തിരി ധർമ്മം ചെയ്യുന്നവളായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തോ ദൂത ആ ഭാഗത്തേക്ക് പോകുന്നു, എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഏതൊക്കെയോ ചില വിഷയങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ് ഇന്ന് രാത്രി. ആമേൻ, ഞാനിവിടെ കൊണ്ടുവന്ന ദൂതുകളൊക്കെ ഇന്ന് രാത്രി ദൈവം മാറ്റിവെച്ച ആലോചനയ്ക്ക് പോകുകയാണ്. ആ തബീത എന്ന സിസ്റ്ററിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? അവളുടെ ജോലി എന്ന് പറഞ്ഞാൽ തയ്യല. തുണികൾ തുന്നിക്കൊടുക്കുന്ന ജോലി അവൾക്ക്. അവൾ തുണികൾ തുന്നിക്കൊടുക്കുന്നവളാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൾ ഒത്തിരി വിധവമാർക്കും ഒത്തിരി പരോപകാരം ചെയ്യുന്നവളാ, ധർമ്മം ചെയ്യുന്നവളാ. ഹല്ലേലൂയ. അവൾ തിന്നില്ലെങ്കിലും പലരെയും തീറ്റിക്കുന്നവളാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു പറഞ്ഞതുപോലെ നീ ഉടുത്തില്ലെങ്കിലും അവരെ ഉടുപ്പിക്ക്, രണ്ടുണ്ടെങ്കിൽ ഒന്ന് അവന് കൊടുക്ക്. അങ്ങനെ ആ വ്യവസ്ഥയിൽ വന്ന സഹോദരി ഒരു ദിവസം അവൾ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു. ആമേൻ, വിട്ടുകൊടുത്തില്ല. മരണത്തിൽ അവളെ വിട്ടുകൊടുത്തില്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവം പറയുന്നു, മരണത്തെ തബീതയ്ക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ല. മരണത്തെ എന്തിനോ? മരണത്തിന് തബീതയെ ഒതുക്കാൻ കഴിഞ്ഞില്ല. മരണത്തിന് തബീതയെ ഒതുക്കാൻ കഴിഞ്ഞില്ല. മരണം മാറി ഓടി ആമേൻ പേടിച്ച് വിരണ്ടോടിയതുപോലെ യോപ്പയിൽ ആമേ ഒരു മനുഷ്യനുണ്ട്. അവൻ്റെ പേരാണ് ആമേൻ പത്രോസ്. ആമേ സ്തോത്രം. അവൻ ഏത് ബൈബിൾ കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുത്തെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ അവനിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. പത്രോസ് നടന്നു പോയി കഴിയുമ്പോൾ തന്നെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. അനേക അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അനേക വീര്യപ്രവർത്തികൾ അവനിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് അറിഞ്ഞിട്ട് അവൻ പ്രൈസ് ദി ലോർഡ് ഉപവസിച്ച് വെൺമാടത്തിന്റെ കീഴിലിരിക്കുമ്പോൾ സ്വർഗം തുറന്നൊരു തുപ്പട്ടി 4 കോണും ബന്ധിച്ച് അവന്റെ മുൻപിൽ ഇറക്കി വിട്ടിട്ട് പറയുകയാണ്, നീ ഇത് ഭക്ഷിക്കണമെന്ന് പറഞ്ഞു. ആമേൻ. കർത്താവിനോട് പറയുക, കർത്താവേ, നീ അശുദ്ധമെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ കഴിക്കും? ആ തുപ്പട്ട് പിന്നെയും മുകളിലേക്ക് കയറിപ്പോയി. എന്നിട്ടാണ് അവന്റെ മുമ്പിൽ 3 പുരുഷന്മാർ വന്നു നിന്നത്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, നീ ഇവരെ കൂടെ പോണം. പ്രൈസ് ദി ലോർഡ്. നീ ഇവിടുന്ന് എഴുന്നേറ്റ് ഇവരെ കൂടെ പോണം. നിനക്ക് ആത്മവിവശത വന്നത് അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. എന്ന രാത്രി ചിലരോട് ദൈവാത്മ പറയുന്നു, നിനക്കൊരു ആത്മവിവശത, നിനക്കൊരു പ്രയാസം വന്നത് അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടി, ഒരു കോളിങ്ങിന് വേണ്ടി ദൈവാത്മാവ് നിനക്ക് തരുന്ന നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, നീ താമസിക്കുന്ന വെൺമാടത്തിന്റെ കീഴിൽ നിനക്ക് തരുന്ന ചില ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് അരുളപ്പാടുകൾ കണ്ട്, ദർശനം കണ്ട് പത്രോസ് നീ പേടിച്ച് ഭയന്നിരിക്കേണ്ടവനല്ല. ഇവിടെ നീ എണീക്കണം. നിനക്ക് അടുത്തൊരു ശുശ്രൂഷയ്ക്കായി നിന്നെ നിയോഗിക്കപ്പെടുത്തുകയാ. ഇന്നകത്ത് ദൈവാത്മാവ് പറയുന്നു, ആമേൻ പറയാൻ പറ്റൂ. നീ ഭവനത്തിനകത്തിരിക്കുമ്പോൾ ദൈവാത്മാവ് ചില വിവശതകൾ തരുമ്പോൾ ഇത് പൈശാചികം കൊണ്ടുവരുന്നതല്ല കേട്ടോ. ചില ശബ്ദങ്ങൾ നീ കേൾക്കുമ്പോൾ, ചില ആമേൻ പ്രൈസ് ദി ലോർഡ് സംസാരങ്ങൾ നീ ചെവിയിൽ കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്തെടുക്കേണ്ട ചില അത്ഭുതങ്ങളെ കുറിച്ച് ഇന്ന് രാത്രി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കിയേ, പത്രോസ് അവിടെ പോയപ്പോൾ തബീതയെ കുളിപ്പിച്ച്, ആമേൻ,
കുളിപ്പിച്ച് അവർ മുറിക്കകത്ത് അവളെ ഒരുക്കി കിടത്തിയിരിക്കുക. ഇനി ചില നിമിഷം കഴിയുമ്പോൾ പെട്ടിയെല്ലാം കൊണ്ട് വച്ചിട്ടുണ്ട്, കുഴിവെട്ടി കംപ്ലീറ്റ് ആയി. സ്തോത്രം. പിശാച് നോക്കിയിരിക്കുക, നീ ഇനി നർമ്മം ചെയ്യുന്നതിന് കാണണം, നീ ഇനി ഇവിടെ സ്തോത്രം പരോപകാരം ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം എന്ന് ശത്രു വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, ആരാ കരയുന്നത്? എല്ലാത്തിനെയും അടിച്ച് പുറത്തിറക്കി. സ്തോത്രം. ചുമ്മാ കരയുന്നതിന് എല്ലാത്തിനെയും പത്രോസ് പറഞ്ഞു ഇറങ്ങി വെളിയിൽ, എല്ലാത്തിനും അടിച്ച് വെളിയിറക്കി. സ്തോത്രം. ഹല്ലേലൂയ. വെളിയിരുന്ന് പ്രാർത്ഥിക്ക്. എന്ന് രാത്രി പറയുക, നിന്റെ കണ്ണുനീര് പ്രാർത്ഥനയായിരിക്കട്ടെ, ആരാധനയായിരിക്കട്ടെ. അകത്ത് പുരോഹിതനായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലനകത്ത് കടന്നു. ഹല്ലേലൂയ. തബീത കിടക്കുന്ന കട്ടിലേക്ക് ചെന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവളെ എണീപ്പിച്ച് ജീവനോടെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആ പട്ടണം മുഴുവനും കർത്താവിനെ അറിയാനിടയായെങ്കിൽ ചിലത് മരിച്ചത് മരണം പോലും പേടിച്ചു ഓടിയിട്ടുണ്ട്. അഭിഷക്തന്മാരെ കണ്ടപ്പോൾ, ഹല്ലേലൂയ, അഭിഷക്തന്മാരെ കണ്ടപ്പോൾ മരണം വരെ പേടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മരണം വരെ പേടിച്ചു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില മരണങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പോകുക. ചില മരണങ്ങൾ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ചില മരണങ്ങൾ നിന്നെ കാണുമ്പോൾ തന്നെ ഓടുന്നെന്നറിയാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മരണങ്ങൾ ഓടുമ്പോൾ ഇന്ന് രാത്രി കാണുന്ന നോക്കിയേ ചില സ്തോത്രം വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചേ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. മതി. ഇന്ന് രാത്രി ഏത് കാലത്താ? അതിന് സമയം ആസന്നമായിട്ടുണ്ട്. 2025 പലരും മരിക്കാനായി ആഗ്രഹിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, മരിക്കാനായി പല തന്ത്രങ്ങളും ശത്രു മെനയും. പക്ഷെ മരണം എന്തെന്നറിയാമോ? അവരെ വിട്ട് ഓടിപ്പോകും. ഈ രാത്രി പേപ്പർ കീറാതെ ഒന്ന് അതിനെ വരച്ച് സൂക്ഷിച്ചോ. മരണം ഓടാൻ പോകുക. 2025 ചില കുടുംബത്തിൽ നിന്നും മരണം ഓടാൻ പോകുക. ഈ 25ന്റെ പ്രാരംഭം സ്തോത്രം ഈ 10-ാം തീയതിക്ക് മുൻപ് കഴിഞ്ഞ 9 ദിവസത്തിനകം ആയിരക്കണക്കിന് പേര് പ്രായ വ്യത്യാസമില്ലാതെ പല തലത്തിലും ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ തമ്പുരാൻ പറയുന്നു, മരണങ്ങൾ ഇന്ന് രാത്രി മാറുന്ന രാത്രി എത്രേ. ഹല്ലേലൂയ. മരണങ്ങൾ മാറാൻ പോകുക. നിന്നെ വിട്ടു മരണം ഓടാൻ പോകുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം നമ്മൾ ദൈവത്തോട് അടുക്കുമോ അത്രത്തോളം ദൈവം നമ്മുടെ നടുവിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുക. എത്രത്തോളം ദൈവത്തോട് നമ്മൾ അടുക്കുമോ അത്രത്തോളം ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അങ്ങനെ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അത്ര വലുതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരാധന അത്ര വലുതായിരിക്കണം. ശത്രു ഒരു പഴുത് കൊണ്ടുവരുമ്പോൾ കണ്ടുപിടിച്ച പഴുതിനെ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ചില മരണത്തിൻ്റെ പഴുതുകളെ അടച്ചു പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദേശത്ത് നിന്ന് അനേക അകാല മരണങ്ങൾ, ആത്മഹത്യകൾ, ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവം പറയാ ചില ആത്മഹത്യകൾ, ഭവനത്തിനകത്ത് ചില തൂങ്ങി കഴുത്തിൽ കയറ് കെട്ടി തൂങ്ങി നിൽക്കുന്ന ചില അനുഭവങ്ങൾ തമ്പുരാൻ ഭവനത്തിനകത്ത് നിന്ന് ദേശത്ത് നിന്ന് തമ്പുരാൻ പിഴുതെറിയും. കാരണമുണ്ട്, നിന്റെ പ്രാർത്ഥന. ഞാൻ പറയട്ടെ, ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും പറയാ, നിങ്ങൾ പാർക്കുന്ന ഭവനത്തിന്റെ ചുറ്റുമിരിക്കുന്ന ഓരോ കുടുംബ ഭവനങ്ങളും നിങ്ങൾക്ക് വിലക്കപ്പെട്ട കനി പോലെയാ. എന്തെന്നറിയാമോ? അത് നിങ്ങളുടെ അണ്ടറിലുള്ളതാ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതിനകത്ത് ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ കണക്ക് കൊടുക്കേണ്ടത് നിങ്ങളാണ്. കാരണം നിങ്ങൾ അഭിഷക്തന്മാരാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അഭിഷക്തമാരാ. നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറ, തമ്പുരാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമ്പോൾ, തമ്പുരാൻ നിനക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുമ്പോൾ, ഇന്ന് രാത്രി അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. ആമേൻ. നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, അതിന് 23-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 23-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രാജാവ് സന്ദർശിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിന്റെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിന്റെ ഗുഹയിൽ നിന്നും കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവരെ ഗുഹയിൽ നിന്ന് കയറ്റി
അതിൻ്റെ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് അവനെ ഒന്ന് പരിശോധിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിൽ ഒരു കേടുപാടും കണ്ടില്ല. ഇന്ന് രാത്രി കേടുപാട് കാണിക്കാതെ നിന്നെയും എന്നെയും നടത്തുവാൻ സൂക്ഷിപ്പാൻ എൻ്റെ കർത്താവ് സർവശക്തനാ. ഹല്ലേലൂയ. ഈ രാത്രി എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവമുഖത്തേക്ക് ഇറങ്ങി വന്ന ദൈവ പൈതലേ, ദൈവം നിന്നെ ഒരിക്കലും കൈവിടുന്ന ദൈവം അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്ക്, ആമേൻ, സ്തോത്രം. ആവർത്തന പുസ്തകം 19-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 19 അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എന്താണ് വായിച്ച? 19 സ്തോത്രം. 19 അവൻ വരുത്തുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങൾ അവനോട് ചെയ്യണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. 19-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവൻ സഹോദരന് വരുത്തുവാൻ നിരൂപിക്കുന്നത് പോലെ നിങ്ങൾ അവനോട് ചെയ്യണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഹല്ലേലൂയ. ദോഷങ്ങളെ നീക്കിക്കളയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഹല്ലേലൂയ, വേണമെന്നുണ്ടെങ്കിൽ യോസേപ്പിന് സഹോദരങ്ങൾക്ക് നേരെ ചില പദ്ധതികൾ ഒരുക്കാമായിരുന്നു. രാജാവായില്ലേ, പ്രൈം മിനിസ്റ്റർ ആയില്ലേ. പക്ഷെ അവന് പറയാനുള്ളത്, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമെന്ന് വാഴ്ത്തത്വം നിൽക്കേ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം. നമുക്ക് ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ പ്രവൃത്തി ദേശത്തിൽ വെളിപ്പെടണമെങ്കിൽ ചിലതൊക്കെ വിട്ടുപോകണം. 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയുമോ? നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തിലെ ജാതികളെ നിന്റെ ദൈവമായ യഹോവ ഛേദിച്ചു കളയും. നീ അവരുടെ ദേശം അടക്കി അവരുടെ പട്ടണങ്ങളിലും വീടുകളിലും പാർക്കുകയും ചെയ്യുമ്പോൾ. കണ്ടോ? ഹല്ലേലൂയ. ദൈവം നിനക്ക് തരുന്നതെന്നറിയാമോ? എന്തെന്നറിയാമോ? എന്താ തരുന്നത്? പ്രാർത്ഥിക്കുന്നവർക്ക് നീ പണിയാത്ത ചില വീടുകൾ നിനക്ക് ആരാധനാലയമായി ദൈവം തരും. ആമേൻ. നീ പാർക്കാത്ത ചില വീടുകൾ, അല്ലെങ്കിൽ ഇതുവരയ്ക്കും ആമേൻ സ്തോത്രം നീ പോലും അറിയാത്ത ചില മേഖലകൾ നിനക്ക് വേണ്ടി ദൈവം ചില വലുതായ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെറുതായി ചെയ്യുമെന്ന് വിചാരിക്കരുത്. തമ്പുരാൻ എൻ്റെ തനിമയോടെ നിനക്ക് വേണ്ടി ചെയ്യുവാൻ അവൻ ശക്തനാണ്. ഇവിടെ എന്താ വായിച്ചത്? ഹല്ലേലൂയ. എന്താണ്? അവൻ തനിക്ക് തരുന്ന ദേശത്തിലെ ജാതികളെ നിന്റെ ദൈവമായ യഹോവ ഛേദിച്ചു കളയും. അതുവരെ നീ വിശ്വസ്തനായിരിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി 16 വർഷം പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 16 വർഷം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ 16-ാമത്തെ വർഷം തുടങ്ങി അത് തീരും മുൻപേ ആ വ്യക്തിയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്താനിടയായി. ആ മനുഷ്യനെ സ്നാനപ്പെടുത്തിയപ്പോഴേ ഹല്ലേലൂയ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ആ ദേശത്തിലെ കുറേ റൗഡികളെയും ദൈവകൃപയിൽ ആശ്രയിച്ച് സ്നാനപ്പെടുത്തുവാനിടയായി. കാര്യം എന്നറിയാമോ? ചിലതൊക്കെ പ്രാർത്ഥിച്ച് ആമേ സ്തോത്രം ചില ഡയറികളൊക്കെ പ്രാർത്ഥനാ വിഷയം എഴുതി ചിലപ്പോഴൊക്കെ 10, 20, 30, 40 ഡയറിയൊക്കെ ആയിരിക്കും തീരും. പക്ഷെ ഇതൊക്കെ പൊടി തട്ടി എല്ലാ ദിവസവും ഈ വായ്ത്തത്വങ്ങൾ നിറവേറ്റി ദൈവം തരുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നീയും ഞാനും തയ്യാറാകുമ്പോൾ ആമേൻ നമ്മുടെ പേരാണ് അഭിഷക്തന്മാർ. തീർന്നില്ല, അഭിഷക്തമാർ. അവർ കരമുയർത്തിയാൽ ഹല്ലേലൂയ വിടുതൽ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. എനിക്കിന്ന് രാത്രി സന്തോഷമുണ്ട്. കാരണം അടുത്ത 2-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്തിൽ 3 പട്ടണങ്ങൾ വേർതിരിക്കണം. നോക്കിക്കേ, ചില പട്ടണം വരെ നിനക്ക് എന്ത് ചെയ്യും? ദൈവം വേർതിരിച്ചു തരും. ഹല്ലേലൂയ. ചില പട്ടണങ്ങൾ ഹല്ലേലൂയ നമ്മൾ വിചാരിക്കും ആമേ സ്തോത്രം ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചല്ലോ, ഇതുവരയ്ക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇല്ല, ദൈവത്തിന് ഇന്ന് രാത്രി ചില പദ്ധതിയിലേക്ക് കൊണ്ടുവരാനുണ്ട്. അതുകൊണ്ട് ആമേ സ്തോത്രം ചിലതിനൊക്കെ വെയിറ്റ് ചെയ്യേണ്ടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വെയിറ്റ് ചെയ്ത് മുൻപിലോട്ട് വന്നു കഴിഞ്ഞാൽ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും നിങ്ങൾ വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യത്തിലേക്ക് ഒരു പറയുന്നു, മരം വെട്ടുവാൻ ഒരുത്തൻ ആമേ പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരനോട് കൂടെ കാട്ടിൽ പോയി
പോയി. മരം വെട്ടുവാൻ കോടാലി സ്തോത്ര പ്രൈസ് ദി ലോർഡ് ഓങ്ങുമ്പോൾ കോടാലി ഊരി തിരിച്ച് കൂട്ടുകാരനെ നോക്കിയേ. അപ്പോൾ ഇത് വെട്ടി തീരുന്ന സമയത്ത് ഈ സംഭവം എന്തെന്നറിയാമോ? ഇത് ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യമുണ്ട് കേട്ടോ. ചിലതൊക്കെ നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ ഇത് തിരിച്ച് പ്രൈസ് ദി ലോർഡ് നമ്മുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ വ്യക്തികളിലേക്ക് ഇത് പതിയേണ്ട ചില രംഗങ്ങൾ വരും. ശ്രദ്ധിക്കണം, വളരെ പ്രാർത്ഥിക്കണം കേട്ടോ. ചില പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം സഹോദരി ചില വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കരുത്. ചിലരൊക്കെ വിളിക്കുമ്പോൾ വളരെ കെയർ ചെയ്ത് വെച്ചോളണം. കാരണം നമ്മളിപ്പോൾ അഭിഷക്തന്മാരുവാ. നമ്മളുടെ ചെവിയിലൊരു വിഷയം എത്തിക്കഴിയുമ്പോൾ നമ്മൾ സ്തോത്രം ചെയ്ത് പറയും, സഹോദരി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യുമ്പോൾ ആ സ്തോത്രത്തിൽ ചിലപ്പോൾ അവർക്ക് വിടുതലാകും. പ്രൈസ് ദി ലോർഡ്. ഈ വിടുതലാകുന്ന എങ്ങോട്ട് വരും എന്നറിയാമോ? ഇത് നമ്മുടെ ഭവനത്തിലേക്ക് കയറി വരും. പ്രൈസ് ദി ലോർഡ്. ഇത് വന്ന് പിന്നെ നമുക്ക് സെക്യൂരിറ്റി ആയി നിൽക്കും, നമ്മൾ അറിയത്തില്ല. ഹല്ലേലൂയ. ഇതുപോലെ ചില വിഷയങ്ങളുണ്ട്, നൂറുകണക്കിന് വിഷയങ്ങൾ. സ്തോത്രം. ഈ വീട്ടിനകത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ചില വ്യക്തികളെ. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം നമുക്ക് ചില വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വായിക്കാമോ? 4 സ്തോത്രം 3, 4 വാക്യം ഒന്ന് വായിച്ചേ. 3, 4 ആവർത്തനം 19 3, 4 വാക്യം ഒന്ന് വായിച്ചേ. ചെയ്തു പോയാൽ അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് നീ ഒരു വഴി ഉണ്ടാക്കുകയും നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം 3ആയി വിഭാഗിക്കുകയും വേണം. കൊല ചെയ്തിട്ട് അവിടേക്ക് ഓടിപ്പോയി ജീവനോടെ ഇരിക്കേണ്ടുന്നവന്റെ സംഗതി എന്തെന്നാൽ, ഒരുത്തൻ പൂർവ്വദേശം കൂടാതെ അബദ്ധവശാൽ കൂട്ടുകാരനെ കൊന്നു പോയെങ്കിൽ എങ്ങനെയെന്നാൽ, മരം വെട്ടുവാൻ ഒരുത്തൻ കൂട്ടുകാരനോടുകൂടെ കാട്ടിൽ പോയി മരം വെട്ടുവാൻ കോടാലി ഓങ്ങുമ്പോൾ കോടാലി ഊരിത്തെറിച്ച് കൂട്ടുകാരനെ കൊണ്ടിട്ട് അവൻ മരിച്ചു പോയാൽ, ഇങ്ങനെ കൊല ചെയ്തവനെ രക്തപ്രതികാരകൻ മനസ്സിന്റെ ഉഷ്ണത്തോടെ പിന്തുടർന്ന് വഴിയുടെ ദൂരം നിമിത്തം അവനെ പിടിച്ച് അവന്റെ ജീവനെ നശിപ്പിക്കാതിരിപ്പാൻ അവൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിപ്പോയി ജീവനോടെ ഇരിക്കണം. അവൻ അവനോട് പൂർവ്വ ദേശം ഇല്ലാതിരുന്നത് കൊണ്ട് നോയിക്കേ. എന്തുകൊണ്ടാ ഈ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ പറയുന്നത്? പല നിലയിൽ മനുഷ്യർ ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത്, നമ്മൾ വായിച്ച 19ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടോ? ഹല്ലേലൂയ. 1, ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ചിലത് നീക്കി മാറ്റണം. നമ്മൾ വിളിച്ചിട്ട് വരുന്നതല്ല ഈ ദോഷ സ്വഭാവങ്ങൾ, ദോഷശക്തികളൊന്നും നമ്മൾ വിളിച്ചിട്ട് വരുന്നതല്ല. ഇത് കയറി വരികയാ. സ്തോത്രം. ഇതിനെ നമ്മൾ അകറ്റി നിർത്താൻ ശ്രമിക്കുമെങ്കിൽ, ഹല്ലേലൂയ. സദൃശ്യ അധ്യായങ്ങൾ 6ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ജ്ഞാനിയായ ശലോമോൻ വ്യക്തമായിട്ട് 6ാമത്തെ അധ്യായത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി അതിനകത്ത് 19ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. എന്തെന്നറിയാം? പ്രൈസ് ദി ലോർഡ്. വായിച്ചേ 6:19. ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷ്യം സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. നോക്കിക്കേ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഇടയിൽ നിന്നങ്ങ് മാറണം. 1, ഹല്ലേലൂയ, സഹോദരന്മാരുടെ ഇടയിൽ എന്തുണ്ട്? വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ഇന്ന് സ്തോത്രം, കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ ചില വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള സ്നേഹിതന്മാരല്ല ഇന്ന്. പ്രൈസ് ദി ലോർഡ്. കാരണമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ, ഇവർ 4 പേര് ഒറ്റക്കെട്ടായിരുന്നു. അവരുടെ മുമ്പിൽ ഒരു മേശ വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഈ ദോഷം ഞങ്ങൾ ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദര കള്ളസാക്ഷ്യം ഞങ്ങൾ ചെയ്യത്തില്ല. ഇത് ദോഷമായ കാര്യമാണ് രാജാവേ. ഇത് ഞങ്ങൾക്ക് പ്രൈസ്, ഞങ്ങളിത് ആചരിക്കുന്നവരല്ല. ഈ മേശ ഞങ്ങൾക്ക് വേണ്ട, ഈ വീഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, ഈ ദോഷകരമായി ഞങ്ങൾക്ക് വേണ്ട. ഇത് ഞങ്ങൾ ഇന്ന് പകൽക്കാലം നീക്കി മാറ്റി വെച്ചിട്ട് പറയും, സ്തോത്രം, ഞങ്ങൾ പരിപ്പും പച്ചവെള്ളവും കുടിച്ചാലും നിന്റെ ഈ നിൽക്കുന്ന പടന്മാരെക്കാളും ശക്തന്മാരായി ഞങ്ങൾ മാറുമെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം വേണ്ടാന്ന് വെക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കണ്ടോ ദോഷം മാറുന്നത്? കണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവർ ആ മേശയ്ക്കകത്ത് ഇരുന്നെങ്കിൽ ദാനിയേലിന്റെ പൊടി പോലും കാണത്തില്ലായിരുന്നു. ഇവർ ആ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചെങ്കിൽ, ആ ബിംബത്തെ നമസ്കരിച്ചു എങ്കിൽ തീക്കകത്ത് കർത്താവ് ഇറങ്ങി ചെല്ലില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അവർ വിശ്വസിച്ചത് രാജകൽപ്പനയിലല്ല, അവർ വിശ്വസിച്ചത്
കർത്താവിൻ്റെ വാക്കുകളെയാണ്. ഇന്ന് രാത്രി നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ വാക്കുകളെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി നോക്കിക്കേ, ദൈവത്തിൻ്റെ വാക്കുകളെ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ കാണുവാനും ആമേൻ അത് ശ്രദ്ധിക്കുവാനും അതിൽ ആമേൻ നമ്മൾ ജാഗരിക്കുവാനും നമ്മൾ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്കിന്ന് രാത്രി ഒരു അലങ്കാരമാലയായി നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓരോ കുടുംബത്തോടും ദൈവം പറയുന്നു, ചിലതൊക്കെ നമ്മൾ വിട്ടുമാറാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ തലമുറകളെ അനുഗ്രഹിപ്പാൻ ശക്തനായി തീരും. ഹല്ലേലൂയ. ഈ 25-ൽ ചിലതൊക്കെ ദൈവം കുടുംബങ്ങളിൽ നിന്നും മാറ്റി ദൈവം ചില വിശാലതകൾ വരുത്തുന്ന നാളുകൾ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ ഇന്ന് രാത്രി പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ശ്രദ്ധിക്കൂ, ഇവിടെ നമ്മൾ 24-ാമത്തെ വാക്യം നമ്മൾ വായിച്ചിട്ട് നമ്മൾ നോക്കിയേ പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 26, ആമേൻ, 6-ാമത്തെ അധ്യായം, ദാനിയേൽ 6-ന്റെ 26 ഒന്ന് വായിച്ചേ. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. കണ്ടോ, ഒരു കൽപ്പന വന്നാണ്ടോ? ആമേൻ സ്തോത്രം. കാരണം ഈ കൽപ്പന വരുത്താനുള്ള കാരണം തൻ്റെ ദൈവത്തെ ദാനിയേൽ വിശ്വസിച്ചത് കൊണ്ട് ചില തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ ദാനിയേൽ അവിടെ രാജസന്നിധിയിൽ അവൻ ഉണ്മയോടെ ഇരിക്കണം. അത് തമ്പുരാന്റെ പദ്ധതിയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില കുടുംബത്തിലൊക്കെ ചില തീർപ്പ് കൽപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ അതിനകത്ത് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരെയും കൂടെ ചില വലിയ ചില വീടുകളിൽ നിന്ന് എല്ലാവരെയും കൂടെ കാര്യം തീർപ്പിന് വിളിക്കത്തില്ല. അതിന് യോഗ്യന്മാരെ ദൈവം ചിലരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ചില കുടുംബത്തിനകത്ത്. അതുപോലെ ചില തീർപ്പ് കൽപ്പിക്കാൻ അവിടെ ഒരു കൽപ്പന ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ നോക്കിയേ, അവിടെ വായിച്ച്, എൻ്റെ രാജപ്രഭുത്വത്തിൽ സ്തോത്രം ഉൾപ്പെട്ട എല്ലാ പേരും ദാനിയേലിന്റെ ദൈവത്തെ എന്ത് ചെയ്യണം? മുൻപാകെ ഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു തീർപ്പ്. അവിടെ ഉള്ള എല്ലാവരും എന്ത് ചെയ്യണം? ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമേ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലരൊക്കെ നമ്മളെ കാണുന്നത് സ്തോത്രം ഭയത്തോടെയാ. ഇന്ന് രാത്രി ഞാൻ പറയാം എന്താണ് ചിലരൊക്കെ എന്നറിയാമോ? ചിലരൊക്കെ ആദ്യം പ്രാർത്ഥിക്കാനൊക്കെ നമ്മളെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ അറിയാതെ ചില വഴികൾ ദൈവം അവർക്ക് വേണ്ടി തുറക്കും. പ്രൈസ് ദി ലോർഡ്. തുറന്ന് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ വിളിക്കാതെ വരും. നിങ്ങൾ മൗനം പാലിച്ചിരിക്കേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. വിട്ടുകളയരുത്, പ്രാർത്ഥന വിട്ടുകളയരുത്. ഇന്ന് രാത്രി പ്രാർത്ഥന ഹല്ലേലൂയ കഴിഞ്ഞാൽ ചിലത് പ്രാപിക്കാൻ പറ്റത്തില്ല. 24-ൽ പ്രാപിക്കാൻ കഴിയാത്തത് 23-ൽ പ്രാപിക്കാൻ കഴിയാത്തത് 22-ൽ കഴിയാത്തത് പല സംഗതി കൊണ്ട് മുടങ്ങിപ്പോയെങ്കിൽ 25-ൽ തമ്പുരാൻ പറയുന്നു, അത് നിന്റെ കരങ്ങളിൽ തരാൻ എൻ്റെ ദൈവം സർവശക്തൻ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി അത് സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയും? നിന്നെ തമ്പുരാൻ ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത്, ഒരു പട്ടണത്തിൽ നിന്റെ വാക്കിന്റെ മുമ്പിൽ ചിലരെ മുട്ടുമടക്കും. ഹല്ലേലൂയ, ആമേൻ. ചിലർ മുട്ടുമടക്കുന്നത് നിന്റെ വാക്കിന്റെ മുൻപിൽ ദൈവം മുട്ടുമടക്കിക്കാൻ ചിലരെ തമ്പുരാൻ ആ രാജ്യത്ത് നിന്ന് തന്നെ പുറത്ത് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. നോയിക്കേ, കണ്ടോ, അവിടെ കണ്ടോ വായിച്ചത്? ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ഈ 6-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ദാനിയേൽ ദാരാവേശിന്റെ വാഴ്ചയുടെ പാർസി രാജാവായ ഹോരശിന്റെ വാഴ്ചയിലും പെട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവ ശുഭമായിരിക്കുമ്പോൾ, അവ ശുഭത്തോടെ ഇരിക്കുമ്പോൾ, അവ ശുഭമായിരിക്കുമ്പോൾ, കാരണം വാഴ്ചകൾ എത്ര പേര് മാറി വന്നാലും, ഇന്ന് രാത്രി പറയട്ടെ, എത്ര അധികാരികൾ മാറി വന്നാലും നീ ശുഭമായിരിക്കണമെങ്കിൽ, സുഖമായിരിക്കണമെങ്കിൽ, ശുഭമായിരിക്കണമെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ നാളം കത്തിപ്പടരണം. ചിലതിനൊക്കെ അസ്ഥി പോലും പുറത്ത് കിട്ടാത്ത തലത്തിൽ തമ്പുരാൻ ഒടിച്ചു കളയും. ഹല്ലേലൂയ. എന്റെ കർത്താവ് ആരെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ നിൽക്കുന്നവന്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. പരിശുദ്ധാത്മാവ് ചില നിമിഷങ്ങളിൽ ചിലപ്പോൾ നമുക്ക് തരുന്ന സമയങ്ങളുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ. ആ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാ. ചിലപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ ആയിരിക്കാം. ആ സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ ഈ ദിവസങ്ങൾ ദൈവാത്മ പറയുന്നു, ദാനിയേലിന്റെ മുമ്പിൽ ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്തെങ്കിൽ ഈ രാത്രി ദൈവജനത്തിന്റെ മുൻപിൽ ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ എൻ്റെ കർത്താവ് സർവശക്തനായി ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ഇറങ്ങി വരുന്നെന്ന് പറഞ്ഞാൽ എത്ര പേരിന്ന് രാത്രി വിശ്വസിച്ച് ആമേൻ പറയും? അങ്ങനെ ഉള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവൈതലേ, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നത് 6-ാമത്തെ അധ്യായത്തിനകത്ത് ഒത്തിരി ദൂതുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദാനിയേലിനെതിരെ രേഖകൾ എഴുതി പിടിപ്പിച്ച് ഒത്തിരി ഉപാധികൾ കൂടെയൊക്കെ ദാനിയേലിനെ കടത്തിവിടുമ്പോഴും അതിനകത്ത് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാനിയേലിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു പറയുക, ഇല്ല നീ പേടിക്കണ്ട, നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ ദൈവം ആമേൻ സ്തോത്രം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ഈ ദൂത് നിങ്ങളുടെ കൈമാറുകയാ. നിന്നെ ഒരിക്കലും തകർത്ത് കളയാൻ ദൈവം ആർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. കാരണം നിന്നിലിരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ. ചിലപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കോ അയൽവക്കാർക്കോ ചിലപ്പോൾ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കോ ഒരു അലസത തോന്നിയാലും പരിശുദ്ധാത്മ പറയുന്നില്ല, നിന്നിലിരിക്കുന്ന അഭിഷേകം ലോകത്തെ ജയിച്ചവന്റെ അഭിഷേകമാണ്. അങ്ങനെയെങ്കിൽ ഒരു വാതിൽ മനുഷ്യൻ അടയ്ക്കുമ്പോൾ അടുത്തൊരു വഴി നിനക്ക് വേണ്ടി തുറക്കാൻ സ്വർഗം സർവശക്തനാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും എന്ന് രാത്രി പറയട്ടെ. ഹല്ലേലൂയ. ചിലരൊക്കെ പിടിച്ചടക്കുവാൻ പരിശുദ്ധാത്മാവ് ചില കരങ്ങളെ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ തരുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. സദൃശ്യ അധ്യായങ്ങൾ 19-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് 19-ാമത്തെ അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ് 5-6 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പ്രൈസ് ദി ലോർഡ് പറയുന്ന ഒരു ദൂത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഗർവമുള്ള ഏവനും ആമേൻ സ്തോത്രം. 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിച്ച 5-6 കള്ളസാക്ഷി, ആമേൻ സ്തോത്രം, കള്ളസാക്ഷിക്ക് ശിക്ഷ വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്കെതിരെ എത്ര സാക്ഷി എണീറ്റാലും ആ ശിക്ഷയാണ് ഇവിടെ അനുഭവിച്ചത്. കണ്ടോ, കള്ളം പറഞ്ഞവനെ തുറുങ്കിലടച്ചു. ദാനിയേലിനെ കള്ളത്തിൽ തുറുങ്കിലടച്ചെങ്കിൽ ആ തുറുങ്കിനകത്തുനിന്ന് തമ്പുരാൻ അവനൊരു പോറല് പോലും ഇല്ലാതെ അവനെ പുറത്തെടുക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, എത്ര സാക്ഷികൾ നിനക്കെതിരെ എണീറ്റാലും നീ ദൈവ പൈതലാണെങ്കിൽ സ്തോത്രം, നിന്നെ ഒരിക്കലും ആർക്കും നശിപ്പിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ ആ 5-6 വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ശിക്ഷ വരാതിരിക്കയില്ല, പോഷ്കു വിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോകുകയുമില്ല. പ്രഭുവിന്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു, ദാനം ചെയ്യുന്നവൻ യാവനും സ്നേഹിതൻ. അനുഗ്രഹിക്കപ്പെട്ട വാക്കല്ലേ. ദാനിയേലിനെ സിംഹത്തിന്റെ കൂട്ടിനകത്താക്കി കൊല്ലാൻ നോക്കിയവരുടെ കുടുംബത്തെ മൊത്തം ശമനപരകതന വൈഡകരാജകൽക്കനാദി ആമേൻ കുടുംബ